ഹാപ്പി ഓണം ഗായ്സ്. വ്ലോഗ് ആണോ? വെൽക്കം ടു മൈ ഓണം വ്ലോഗ്. സോ നമ്മൾ എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഷിത്താടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഷിത്ത് എൻ്റെ കസിനാണ്. ബാക്കിയെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ അവിടെ എത്തി. ആഷിത്താണ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഡോറ് തുറന്നു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓണമായിട്ട് ആഷിത്ത മുല്ലപ്പൂന് വരെ ഒരു പിച്ചിപ്പൂവും ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഭയങ്കര എസ്തറ്റിക് ആയിട്ടോടെ തൂക്കിയിട്ടേക്കെന്ന് പറഞ്ഞു. അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നതാണ്. കൊള്ളാം. ആഷിതയുടെ വീട്ടിലെത്തി. റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂറോ എടുക്കുന്നതിൻ്റെ നൗഫി നന്നായിട്ട് ആഷിതയെ പുകഴ്ത്തുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ ഓണാകുമ്പോൾ രാവിലെ പാട്ടും ബഹളവും ഒക്കെ കാണും. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ എങ്ങനെയെങ്കിലും വൈബാക്കാന്ന് വെച്ചിട്ട് രാവിലെ തിരുവാവണി രാവ് പാട്ടിട്ട് വൈബ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയി തുടങ്ങി. ഇവിടെ ഹനയും ഭാഗം എത്തിയിട്ടുണ്ട്. ജിൽ ജിൽ എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട് രാവിലെ തന്നെ. ആഷിത്ത് എൻ്റെ ഹാഫ് സാരീൻ്റെ പ്ലീറ്റൊക്കെ പിടിച്ചൊന്ന് അയൺ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല പാടും ഇടുന്നുണ്ട് പാവം. സോ മസ്കാര ഇട്ടുകൊണ്ടിരിക്കുന്ന ഇത്താണ് നമ്മുടെ നൗഫീത്ത. സുന്ദരിയായ കുറച്ചുകൂടെ സുന്ദരിയാക്കുന്ന ബാഗുവിനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് അവർ ബി ആൻഡ് ഷീസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇങ്ങോട്ട് നോക്കിയേ ഗൈസ്. എന്നെ നോക്കിയവളെന്നെ കൊല്ലും. നോക്കിക്കോ. സോ ഹിയർ കംസ് അവർ വെപ്രാളി ഹന. എൻ്റെ ഉമ്മയുടെ ഉമ്മച്ചാക്കിയ ശേഷം വെപ്രാൾ ഒരു വ്യക്തിയുള്ളായിരിക്കും ഞാൻ കണ്ടിട്ടുള്ള. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എല്ലാം ആർട്ടിഫിഷ്യലാണ്. നഖം മുട്ടിച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹനയും അതിന് ഇരുന്ന് കൊടുക്കുന്ന നൗഫിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി കണ്ണിൽ ലെൻസ് വെച്ചിട്ട് കൊടുക്കുന്ന ആഷിത്തയുടെ സുഹൃത്തും ആഷിത്താണ്. ഗായ്സ് എല്ലാരും റെഡി ആയി. എല്ലാരും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം ഗായ്സ്. അങ്ങനെ ഞാൻ റെഡിയായി സുന്ദരിയായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഓണം ഹോസ്റ്റ് ചെയ്യുന്ന എൻ്റെ കസിൻ ആഷിത്ത. കസിൻ എന്നൊക്കെ പറയെങ്കിലും സത്യത്തിൽ എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ് ആള്, അതായത് എൻ്റെ കുഞ്ഞുമ്മ. അങ്ങനെ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ താഴോട്ട് ഇറങ്ങിയേക്കാണ്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒന്നെല്ലാം ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളോട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്വന്തം കുട്ടൂക്ക, നമ്മുടെ ആഷിതയുടെ ഹസ്ബൻഡ്. സോ ആഷിതയെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഷീസ് എ ഗുഡ് ഡാൻസർ ആൻഡ് ഒരു ഡാൻസ് റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടുവേഷ് കുമാർ.
ഇതാണ് നമ്മുടെ സ്വന്തം അസ്ലമുക്ക. മരിപ്പിനെ വിളിച്ചു കഴിഞ്ഞാൽ 3-ാം ഭാഗത്തേക്ക് വീട്ടിലെത്തും. വൈദി ഫയർ അലാം അടിക്കുമെന്ന് വെച്ചിട്ട് ഇവാഞ്ചലി ആശിത്തായും കൂടെ തലേനിട്ടിട്ട് വീശിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സദ്യ വിളമ്പാൻ സമയമായി. ഹാന ഇവിടെ ഇലയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഓരോ പ്രിപ്പറേഷൻസിലാണ്. ഫുഡ് ചൂടാക്കുന്നു, ഒരു സൈഡിൽ ഇല ക്ലീൻ ആക്കുന്നു, ഒരു സൈഡിൽ എല്ലാം പൊട്ടിച്ചെടുക്കുന്നു. കാരണം നമ്മൾ വാങ്ങിച്ച സദ്യ ഫുള്ള് ഫ്രോസൺ ആണ്. എടുത്ത് വെക്കണം. ചോറിന്റെ നടുക്കിലേക്ക് എന്നിട്ട് പപ്പടമല്ലേ ഇങ്ങനെ ഇങ്ങനെ മാറ്റാം. ഓക്കെ, അങ്ങനെ ഒരു റീലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് എങ്ങനെ എടുക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുത്താണ് നിങ്ങളോട് കണ്ടത്. സോ അങ്ങനെ ഒരു റീല് ഭാരതം. അതെ, ഞാനും റെഡി പോസ്റ്റിംഗ് കട്ടാണോ ഗൈസ് എല്ലാവർക്കും ഒരു ബൈ. ആശിത, ഷോർട്ട് ഔട്ട് ടു ആശിത ഫോർ പകുന്റെ ഏട്ടായും പോവും. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. ഓണം ഡൺ ആൻഡ് ഡസ്റ്റഡ്. എത്ര സോ അങ്ങനെ ആശിതയോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടെ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. സോ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.